ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോഴും ഒന്നാം റാങ്ക് വാങ്ങണം എന്ന് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ആഗ്രഹം. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്ക് വാങ്ങാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ എപ്പോഴും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും ഒരു സ്ഥിരത ഉണ്ടാവണം. ഇന്നിപ്പോൾ നല്ല മൂഡ് തോന്നി പഠിക്കുക, നാളെ പിന്നെ പഠിക്കാതിരിക്കുക, ബോറടിക്കുമെന്ന് തോന്നുക, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമുക്കൊരിക്കലും റാങ്ക് ഹോൾഡർ ഒന്നും ആവാൻ കഴിയില്ല. ഒരു ദിവസം നമുക്ക് പല സമയം പല മൂഡായിരിക്കും അല്ലേ. ചിലപ്പോൾ രാവിലെ നന്നായിട്ട് പഠിക്കാൻ തോന്നും, ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മടിയായിരിക്കും. അത് കുഴപ്പമില്ല. ഒരു ദിവസം നമുക്ക് ഈ സീസണൽ ചേഞ്ച് പോലെ തന്നെയാണ്. ആ ഓരോ ദിവസത്തിൻ്റെ സമയം പോകുന്നതിനനുസരിച്ച് നമുക്ക് പല മൂഡായിരിക്കും. മനുഷ്യരാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് ആ ഒരു ദിവസം മുഴുവൻ പഠിക്കാതിരിക്കരുത്. ഇന്നത്തെ ദിവസമേ എനിക്ക് മൂഡില്ല എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. അത് ഭയങ്കര അബദ്ധമാണ് കാണിക്കുന്നത്. പഠിക്കുന്ന കാര്യത്തിൽ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഡെയിലി നിങ്ങൾ ഫിക്സഡ് ടൈമിൽ പഠിക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ എന്നും രാവിലെ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദിവസം 5:30 എഴുന്നേറ്റിട്ട് 5:30 തൊട്ട് 7:30 വരെ അല്ലെങ്കിൽ 8:30 വരെ പഠിക്കുന്നു. വൈകുന്നേരം അതേപോലെ 7 മണി തൊട്ട് 9 മണി വരെ പഠിക്കുന്നു. അത് ഫിക്സഡ് ടൈം ആക്കി വെച്ചിട്ട് എന്നും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മാത്രമേ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനമാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ രാവിലെ പഠിക്കാൻ മൂടില്ല, പക്ഷേ വൈകുന്നേരം ആയാലും ഉച്ചയായാലും എപ്പോഴാണേലും നിങ്ങൾ ഡെയിലി ഒരു 4 മണിക്കൂർ പഠിക്കുന്നുണ്ട്. ആ 4 മണിക്കൂർ നിങ്ങൾ ദിവസവും പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനമെന്ന് പറയാം. ഇങ്ങനെ പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മളുടെ പഠനത്തിൽ സ്ഥിരത ഉണ്ടാവാതിരിക്കാൻ എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കുക. പലരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാന വില്ലൻ ഫോൺ തന്നെയായിരിക്കും. ഫോണാണ് നമ്മളുടെ ഏറ്റവും വലിയ സമയം കൊല്ലി. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കണമെങ്കിൽ ഫോണിൻ്റെ യൂസ് കുറയ്ക്കുക. ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിൽ നിന്നും ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതിലൊരു ദയയും കാണിക്കാതിരിക്കുക. നമുക്ക് രണ്ട് രീതിയിൽ ജീവിക്കാം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ റീൽസും ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ തള്ളി നീക്കാം. രണ്ടാമത്തെ ജീവിതം ഇതൊന്നുമല്ല, മറ്റുള്ളവരുടെ ജീവിതം കാണുന്നതല്ല നമ്മുടെ ജീവിതം. നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയാസ് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പരീക്ഷയൊക്കെ അടുത്ത് വരുമ്പോൾ, പ്രത്യേകിച്ച് ആ ഒരു 3 മാസം മുൻപ്, ഒരു സോഷ്യൽ മീഡിയാസും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധാരണ ഒരു കീപാഡ് ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോൺ യൂസ് ചെയ്യുക. പലപ്പോഴും പലരും പറയുന്ന എക്സ്ക്യൂസ് നോട്ട്സ് ഫുള്ള് ഫോണിലാണെന്നായിരിക്കും അല്ലേ, PDF നോക്കിയിട്ടാണെന്ന്. അത് നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ അതല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രിൻ്റ് എടുത്തോ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ നിങ്ങളെ തയ്യാറാക്കാൻ സമ്മതിക്കാത്തത് ഒരു പക്ഷേ ഫോണായിരിക്കും. അപ്പോൾ ആ ഫോണിനെ നിങ്ങൾക്ക് മാറ്റി നിർത്താം. രണ്ടാമത്തെ പ്രശ്നം മടിയായിരിക്കും. മടിക്ക് കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് കംഫർട്ട് സോണൊക്കെ ഉള്ളത് കൊണ്ടാകും. നമ്മൾ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇപ്പം ജോലി കിട്ടിയിട്ടൊന്നും അത്യാവശ്യമില്ല, നല്ല മാർക്കൊന്നും കിട്ടിയിട്ട് അത്യാവശ്യമില്ല എന്ന് തോന്നും. അതല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് നമുക്കുണ്ടാവും. നമുക്ക് പൈസ വേറെ സോഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ടാവും, വീട്ടുകാർ തരുന്നുണ്ടാവും. സോ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു കംഫർട്ട് സോണിലൊക്കെ ഇരിക്കുന്നത് കൊണ്ടും വേറെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടും നമുക്ക് പഠിക്കാൻ മടി തോന്നിയേക്കാം. നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിക്കുക. നമുക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ സുഖവും സൗകര്യങ്ങളൊക്കെ കിട്ടുമോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ആരും ഉണ്ടാവില്ല. എല്ലാ കാലത്തും കാലം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കില്ല ജീവിതം. നാളെ ഒരിക്കൽ നമ്മളാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് നന്നായി ജീവിക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല ജോലി വേണം, നല്ല പഠിത്തം വേണം. അതുകൊണ്ട് നമ്മൾ എന്തായാലും നല്ല സ്ഥിരമായിട്ട് പഠിച്ചേ കഴിയുള്ളൂ. പഠനത്തിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് എക്സാമിനെക്കുറിച്ച് ഒരു ഭയവും ഉണ്ടാവില്ല. കാരണം അയാൾ ഫിക്സഡ് ടൈമിൽ ഡെയിലി പഠിച്ചു പോകുന്നുണ്ട്, എല്ലാ ടോപ്പിക്സും നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്, എല്ലാ ടോപ്പിക്സും റിവിഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല. ജീവിതത്തിൽ അച്ചടക്കം വരുത്താൻ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇതുപോലെയുള്ള സ്റ്റഡി ടിപ്സ് ഉൾപ്പെടുത്തി ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ഒരു സ്റ്റഡി മോട്ടിവേഷൻ ബുക്ക് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്